നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. അതിതീവ്ര മഴയിൽ വലഞ്ഞ് കോട്ടയം ജില്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം. പനച്ചിക്കാട് പാറയ്ക്കൽ കടവിൽ വള്ളം മുങ്ങി 2 പേർ മരിച്ചു. ശബരി വിമാനത്താവളത്തിന് വീണ്ടും തടസ്സം. ജൂൺ 9 വരെ ചെറുവള്ളി എസ്റ്റേറ്റിലെ സർവേ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. എസ്റ്റേറ്റിന് പുറത്ത് സർവേ തുടരാം. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പുതുപ്പള്ളിയിൽ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. അൻവർ വിഷയത്തിൽ പാർട്ടി മുന്നണി നേതൃത്വം പ്രതികരിക്കും. കേരള അക്വാട്ടിക് അസോസിയേഷന്റെ സംസ്ഥാന നീന്തൽ മത്സരം പാലായിൽ ആരംഭിച്ചു. 300ഓളം പുരുഷ വനിതാ താരങ്ങളും ഒഫീഷ്യലുകളും പങ്കെടുക്കുന്നു. വാർത്തകൾ വിശദമായി. അതിതീവ്ര മഴയിൽ വലഞ്ഞ് കോട്ടയം ജില്ല. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കയറി. വീടുകളിൽ വെള്ളം കയറിയതോടെ ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി. ജില്ലയിൽ 21 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 317 പേർ കഴിയുന്നുണ്ട്. ദുരിതം വിതച്ച് കോട്ടയം ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. അതിതീവ്ര മഴയായതിനാൽ ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. തോർച്ചയില്ലാതെ പെയ്യുന്ന മഴ മലയോര മേഖലയെ ആശങ്കയിലാക്കി കഴിഞ്ഞു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീതിയിലാണ് മലയോര മേഖല. മലവെള്ളം ഒഴുകിയെത്തിയതോടെ മീനച്ചിലാർ കരകവിഞ്ഞു. റോഡുകളിൽ വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. വീടുകളിൽ വെള്ളം കയറിയതോടെ ജനജീവിതം ദുസ്സഹമായി. വെള്ളം ഇത്തവണ സാധാരണത്തേലും കൂടുതലാണ്. നേരത്തെ വന്നിരിക്കുകയല്ലേ. സാധാരണ ജൂൺ കഴിഞ്ഞിട്ടാണ് മഴയൊക്കെ കൂടുതൽ പെയ്യുന്നത്. ഇപ്പം നേരത്തെ മഴ പെയ്യുന്നു. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തോടിൻ്റെ ഷട്ടർ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ആ തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് അധികം ഇങ്ങോട്ട് വരാത്തത്. ഈ താഴോട്ടുള്ള വീടുകളിലൊക്കെ വെള്ളം, അത് കാരണം ഷട്ടർ തുറക്കാത്തത്. തിരുവാർപ്പ്, കാഞ്ഞിരം, മലരിക്കൽ, കാരാപ്പുഴ, പുതുപ്പള്ളി, ഐമുനം, ആർപ്പുക്കര തുടങ്ങിയ മേഖലകളിൽ വെള്ളപ്പൊക്കം അതിരൂക്ഷമായി. മുണ്ടക്കയം, കോസ്വയും പാലാ ടൗണും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അതേസമയം കാലവർഷക്കെടുതിയിൽ കാർഷിക മേഖലയിൽ 4.27 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ജില്ലയിലെ 126 ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചത്. കാലവർഷം ആരംഭിച്ച മെയ് 23 മുതൽ 29 വരെയുള്ള ഒരാഴ്ചയിലെ നഷ്ടമാണിത്. ഇതുവരെ ജില്ലയിൽ 21 ക്യാമ്പുകൾ തുറന്നു. 317 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പനച്ചിക്കാട് കൊല്ലാട് പാറയ്ക്കൽ കടവിൽ വള്ളം മുങ്ങി 2 പേർ മരിച്ചു. പാറത്താഴെ ജോബി VJ, പോളച്ചിറയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ജോബിയുടെ സഹോദരൻ ജോഷി രക്ഷപ്പെട്ടു. മീൻ പിടിക്കാൻ പോയ 3 അംഗ സംഘത്തിലെ 2 പേരാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. വള്ളത്തിലിരുന്ന് ചൂണ്ടയിടുകയായിരുന്നു ഇവർ. അപ്രതീക്ഷിതമായി വള്ളം മറിയുകയായിരുന്നു. എരുമേലിയിലെ ശബരി വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും തടസ്സം. ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ജൂലൈ 9 അന്തിമ വിധി വരും മുൻപ് എസ്റ്റേറ്റിലെ സർവേ നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സർവേ നടപടികൾ ആരംഭിച്ചിരിക്കെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മന്ദഗതിയിലായ എരുമേലി ശബരിമല വിമാനത്താവളത്തിനായുള്ള സർവേക്ക് തടയിട്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ. വിമാനത്താവളം നിർമ്മാണത്തിന് ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൈവശമുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ജൂലൈ 9 അന്തിമ വിധി പറയുന്നതുവരെ എസ്റ്റേറ്റിലെ സർവേ നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവായി. എസ്റ്റേറ്റിന് പുറത്തുള്ള സ്ഥലങ്ങളുടെ സർവേ നടത്തുന്നതിൽ തടസ്സമില്ലെന്നും ഹൈക്കോടതി പറയുന്നു. സർക്കാരിന് പറയാനുള്ളത് ജൂലൈ 9 രേഖാമൂലം സമർപ്പിക്കാനാണ് നിർദ്ദേശം. സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായുള്ള സർവേ നടപടികൾ ആരംഭിച്ചപ്പോഴാണ് വീണ്ടും ഹൈക്കോടതി ഇടപെട്ടത്. എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച സെക്ഷൻ 11 വിജ്ഞാപനത്തിനെതിരെയാണ് ബിലീവേഴ്സ് ചർച്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. വിമാനത്താവളത്തിന് വേണ്ട ഭൂമിയിൽ 90% ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്നുമാണ്. ശേഷിച്ച 300 ഏക്കർ മാത്രമാണ് പുറത്തുനിന്നും വേണ്ടത്. സുപ്രീം കോടതി അഭിഭാഷകൻ അമിത് സിബലാണ് ബിലീവേഴ്സ് ചർച്ചിന് വേണ്ടി ഹാജരാകുന്നത്. വിമാനത്താവളത്തിന് വേണ്ടി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയത് ചെറുവള്ളി എസ്റ്റേറ്റിലാണ്. സർക്കാർ വിമാനത്താവളത്തിനായി കണ്ടെത്തിയത് 5 തോട്ടങ്ങളാണ്. മറ്റിടങ്ങളിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്താതെ ചെറുവള്ളിയിൽ മാത്രം നടത്തിയതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. മുൻപ് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സമിതി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയതിനെതിരെ ബിലീവേഴ്സ് ചർച്ച് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും ആ നടപടി അസാധുവായി കോടതി കണ്ടെത്തിയിരുന്നു. സ്വതന്ത്ര നിലപാടുള്ള ടീം ആഘാത പഠനം നടത്തണമെന്ന ചട്ടം സർക്കാർ പാലിച്ചില്ലെന്നായിരുന്നു നിലപാട്. ഇതേ തുടർന്ന് തൃക്കാക്കര ഭാരതമാതാ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് എരുമേലിയിലെത്തി സാമൂഹിക ആഘാത പഠനം നടത്തി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടിന് സർക്കാർ സമിതി അംഗീകാരം നൽകിയ ശേഷമാണ് സ്ഥലം അളക്കാനുള്ള നിർദ്ദേശമുണ്ടായത്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർക്കാരിന് വേണ്ടി കോട്ടയം ജില്ലാ കളക്ടർ നൽകിയ ഹർജിയിൽ പാലാ കോടതിയിൽ സർക്കാരും ബിലീവേഴ്സ് ചർച്ചും തമ്മിൽ വാദം നടന്നുവരികയാണ്. എന്നാൽ കോടതി ഇടപെടൽ പദ്ധതിയെ ബാധിക്കില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഇപ്പോൾ നടക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിന് പുറത്തുള്ള സ്ഥലത്തെ സർവേയാണെന്നും ഇത് പൂർത്തിയാകാൻ സമയമെടുക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അപ്പോഴേക്കും വിധി വരുമെന്നും സർക്കാർ
വൃത്തങ്ങൾ നൽകുന്ന സൂചന. എരുമേലി തെക്ക് മണിമല വില്ലേജുകളിൽ നിന്നും 1039.87 ഹെക്ടർ സ്ഥലമാണ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നത്. എരുമേലി തെക്ക് വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 23 ഉൾപ്പെട്ട 366 പേരുടെയും ബ്ലോക്ക് നമ്പർ മണിമല വില്ലേജ് ബ്ലോക്ക് നമ്പർ 19 ഉൾപ്പെട്ട 73 പേരുടെയും സ്ഥലങ്ങൾ ബ്ലോക്ക് നമ്പർ 22 ഉൾപ്പെട്ട ഗോസ്പൽ ഫോർ ഏഷ്യയും സർക്കാരും തമ്മിൽ ഉടമസ്ഥാവകാശം കോടതിയിൽ നിലനിൽക്കുന്നതുമായ 811.4200 ഹെക്ടർ, 22 നമ്പർ ബ്ലോക്കിൽ ഉൾപ്പെട്ട 42.5800 ഹെക്ടർ, 22 ബ്ലോക്കിൽ ഉൾപ്പെട്ട കേരള സർക്കാർ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡും സർക്കാരും തമ്മിൽ കോടതിയിൽ ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന 1.8300 ഹെക്ടർ, മണിമല വില്ലേജിൽ 21 ബ്ലോക്കിൽ ഉൾപ്പെട്ടതും ഗോസ്പൽ ഫോർ ഏഷ്യയും സർക്കാരും തമ്മിൽ ഉടമസ്ഥാവകാശ തർക്കം കോടതിയിൽ നിലനിൽക്കുന്നതുമായ 60.4375 ഹെക്ടറുമാണ് ഏറ്റെടുക്കുന്നത്. വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ 352 കുടുംബങ്ങൾക്കാണ് സ്ഥലം നഷ്ടപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. അൻവർ വിഷയത്തിൽ പാർട്ടി മുന്നണി നേതൃത്വം പ്രതികരിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് പുതുപ്പള്ളി പള്ളിയിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തി പുഷ്പാർച്ചന നടത്തി. ചാണ്ടി ഉമ്മൻ MLA സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ഫ്രാൻസിസ് ജോർജ് MP, KC ജോസഫ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ജോഷി ഫിലിപ്പ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയിരുന്നു. തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മെഴുകുതിരി തെളിച്ച് പുഷ്പാർച്ചന നടത്തി. തന്റെ പിതാവിനൊപ്പം ഏറെക്കാലം പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി തനിക്ക് പിതൃതുല്യനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എപ്പോഴും തനിക്കൊപ്പം ഉണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. LDF സർക്കാരിന്റെ ദുർഭരണവും നിലമ്പൂരിനോടുള്ള അവഗണനയും വോട്ടായി മാറുമെന്നും UDF പ്രചാരണ രംഗത്ത് ഒരുപാട് മുന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് കേരളത്തിലെ ഈ 9 വർഷക്കാലത്ത് ദുരിതപൂർണമായ ദുസ്സഹമായ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, ദുരിതപൂർണമായ കേരളത്തിൻ്റെ അവസ്ഥ, നിലമ്പൂരിൻ്റെ അതുപോലെ തന്നെ വികസന മുരടിപ്പ്, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. എന്തായാലും ഒരു നല്ല വിജയം കഴിഞ്ഞ 2 ടേമായി നഷ്ടപ്പെട്ട UDFന് നഷ്ടപ്പെട്ട നിലമ്പൂർ വലിയ ഭൂരിപക്ഷത്തിന് തിരിച്ചു പിടിക്കാനാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അൻവർ വിഷയത്തിൽ പാർട്ടി മുന്നണി നേതൃത്വം പ്രതികരിക്കും. എതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ ആവേശവും ചൂടും വരുന്നതെന്നും ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള അക്വാട്ടിക് അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന നീന്തൽ മത്സരം പാലായിൽ ആരംഭിച്ചു. 14 ജില്ലകളിൽ നിന്നുള്ള 300ഓളം പുരുഷ വനിതാ താരങ്ങളും ഒഫീഷ്യലുകളും പങ്കെടുക്കുന്നു. സംസ്ഥാന നീന്തൽ മത്സരം പാലായിൽ ആരംഭിച്ചു. കേരള അക്വാട്ടിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 72ാമത് സംസ്ഥാന നീന്തൽ മത്സരം ഇന്നും നാളെയുമായി പാലാ സെന്റ് തോമസ് കോളേജിലെ നീന്തൽക്കുളത്തിൽ നടക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള 300ഓളം പുരുഷ വനിതാ ടീമംഗങ്ങളും ഒഫീഷ്യൽസും പങ്കെടുക്കും. ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുന്ന കേരള ടീമിനെ ഈ മത്സരത്തിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് രാവിലെ 8-ന് ആരംഭിച്ച മത്സരങ്ങൾ നാളെ വൈകിട്ട് 6-ഓടെ സമാപിക്കും. കോട്ടയം ജില്ലയിൽ ഇതാദ്യമായാണ് ഒരു സംസ്ഥാന നീന്തൽ മത്സരം നടക്കുന്നത്. കോട്ടയം ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ ഏറ്റെടുത്ത് നടത്തുന്ന ഈ മത്സരത്തിലെ ആകർഷണീയമായ ഇനം പുരുഷ വനിതാ വാട്ടർ പോളോ മത്സരമാണ്. നിലവിൽ കേരള വനിതകളാണ് ദേശീയ ചാമ്പ്യന്മാർ. ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ബിനു പുളിക്കകണ്ടം അധ്യക്ഷത വഹിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നീന്തൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുമായി ആലോചിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഗവൺമെന്റ് അസോസിയേഷനുള്ള കാര്യമാണെങ്കിൽ പോലും അത് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം ലീഗിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. കായിക വകുപ്പുമായിട്ടും കായിക വകുപ്പ് മന്ത്രിയായിട്ടും ഇക്കാര്യം പ്രത്യേകമായിട്ട് ആലോചിക്കാം. അതോടൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ടും കൂടെ ആലോചിച്ചു ഇത് സ്കൂള് പാഠ്യ വിഷയമാക്കുന്ന ഒട്ടേറെ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നീന്തലിനെ കുറിച്ചുള്ള അവയർനെസ് കുട്ടികളിൽ വളർന്നു വരേണ്ട ആവശ്യകത ബോധ്യപ്പെട്ട വിധത്തിൽ ഇത് പാഠ്യ വിഷയമാക്കി കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കും. അക്കാര്യത്തിൽ കഴിയുന്നത്ര എല്ലാ ശ്രമവും ഇന്നിവിടെ വന്ന് ഇതിന്റെ ഭാഗമായി ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാൻ കഴിഞ്ഞു. ഫ്രാൻസിസ് ജോർജ് MPയും മാനസി കാപ്പൻ MLAയും ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടയം ജില്ലയിൽ 50 മീറ്റർ നീന്തൽക്കുളം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ എടുക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് MPയും ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറിയും അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റുമായ S രാജീവും ജോർജ് പുളിങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിലിടിഞ്ഞ് കപ്പാട് ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിന് നാശനഷ്ടം. 2 ക്ലാസ് മുറികൾ നശിച്ചു. ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് സ്ഥലം സന്ദർശിച്ചു.
സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തെ സംരക്ഷണ ഭിത്തിയും മതിലും ഇടിഞ്ഞ് കപ്പാട് ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിന് നാശം സംഭവിച്ചു. 2 ക്ലാസ് മുറികൾക്കാണ് നാശനഷ്ടമുണ്ടായത്. കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച മതിൽ ഇടിഞ്ഞ് കല്ലും മണ്ണും സിമന്റ് കട്ടയും സ്കൂൾ കെട്ടിടത്തിന് ഉള്ളിലേക്ക് വീഴുകയായിരുന്നു. സ്കൂളിന്റെ ഭിത്തി നിർമ്മിച്ചിരുന്ന കട്ടകൾ ഇളകി ക്ലാസ് മുറികളിലേക്ക് വീണു. ഭിത്തിക്ക് വിള്ളലുകളുമുണ്ടായി. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജും സംഘവും സ്ഥലം സന്ദർശിച്ചു. സ്വകാര്യ വ്യക്തിയോട് ഇടിഞ്ഞുപോയ ഭാഗം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായി ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. കൂടാതെ നാശനഷ്ടം സംഭവിച്ച ക്ലാസ് മുറികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകുവാൻ എഞ്ചിനീയറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഡോക്ടർ എൻ ജയരാജ് അറിയിച്ചു. അവിടെ നമുക്കിപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുന്നത് സ്വകാര്യ വ്യക്തിയോട് ആ ഇടിഞ്ഞുപോയ ഭാഗം അടിയന്തരമായിട്ട് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ 2 ക്ലാസ് മുറികൾക്ക് അതിന് സംഭവിച്ചിരിക്കുന്ന കേടുപാടുകളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ LSTD എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം നമുക്കത് റെക്ടിഫൈ ചെയ്ത് പോകാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പിന്നെ അത് റെക്ടിഫൈ ചെയ്ത് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ എത്രയും വേഗം നടപ്പാക്കുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഓട്ടോ ടാക്സി യൂണിയൻ പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. ഇതോടൊപ്പം മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചു. ഓട്ടോ ടാക്സി യൂണിയൻ പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. ഇതോടൊപ്പം മുതിർന്ന തൊഴിലാളികളെ ആദരിക്കുകയും ചികിത്സാ ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ സുഭാഷ് വർഗീസ്, KN വിശ്വനാഥൻ, സജേഷ് തങ്കപ്പൻ, ജോൺ ബേബി, അനീഷ് CG, രാജേഷ് കുമാർ, ബൈജു V ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സഹകരണ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ ജോസഫ് മണ്ഡപത്തിനെ പാലായിൽ ആദരിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉപഹാരം സമർപ്പിച്ചു. സഹകരണ രംഗത്ത് തുടർച്ചയായി അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ മീനച്ചിൽ താലൂക്കിലെ ഏറ്റവും മികച്ച സഹകാരിയായ അഡ്വക്കേറ്റ് ജോസഫ് മണ്ഡപത്തിനെ അർഹതയ്ക്കുള്ള അംഗീകാരമായി പാലാ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. പാലാ മുണ്ടുപാലം അഞ്ചേരി കോളനിയിൽ നടന്ന അനുമോദന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. പാലാ മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് സണ്ണി അഗസ്റ്റിൻ പെരുന്നക്കോട്ട അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മാർക്കറ്റിംഗ് ഹെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സണ്ണി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ജോയി നെടുക്കര, മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ, പ്രൊഫസർ ലോപ്പസ് മാത്യു, ലാലച്ചൻ ജോർജ്, അഡ്വക്കേറ്റ് VT തോമസ്, അഡ്വക്കേറ്റ് S ജയസൂര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. മീനച്ചിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, പാലാ മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രസിഡന്റ്, മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് സഹകരണ സംഘം ഡയറക്ടർ, 45 വർഷമായി പാലാ മാർക്കറ്റിംഗ് സഹകരണ സംഘം ഡയറക്ടർ, 30 വർഷമായി മാർക്കറ്റ് ഫെഡ് കൊച്ചി ഡയറക്ടർ, 25 വർഷമായി സുലഭ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ എന്നീ നിലകളിൽ സഹകരണ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചതിന്റെ അംഗീകാരമായാണ് അഡ്വക്കേറ്റ് ജോസഫ് മണ്ഡപത്തിനെ ആദരിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലാ. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഇനി മൃഗസംരക്ഷണം വീട്ടുമുറ്റത്ത് പദ്ധതിയുടെ ഭാഗമായി പാലാ മൃഗാശുപത്രിയിൽ ബ്ലോക്ക് തല മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. മാണി സി കാപ്പൻ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ തോമസ് അധ്യക്ഷനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിതീവ്ര മഴയിൽ വലഞ്ഞ് കോട്ടയം ജില്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം. പനച്ചിക്കാട് പാറയ്ക്കൽ കടവിൽ വള്ളം മുങ്ങി 2 പേർ മരിച്ചു. ശബരി വിമാനത്താവളത്തിന് വീണ്ടും തടസ്സം. ജൂൺ 9 വരെ ചെറുവള്ളി എസ്റ്റേറ്റിലെ സർവേ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. എസ്റ്റേറ്റിന് പുറത്ത് സർവേ തുടരാം. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പുതുപ്പള്ളിയിൽ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. അൻവർ വിഷയത്തിൽ പാർട്ടി മുന്നണി നേതൃത്വം പ്രതികരിക്കും. കേരള അക്വാട്ടിക് അസോസിയേഷന്റെ സംസ്ഥാന നീന്തൽ മത്സരം പാലായിൽ ആരംഭിച്ചു. 300ഓളം പുരുഷ വനിതാ താരങ്ങളും ഒഫീഷ്യലുകളും പങ്കെടുക്കുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.